ചെറുകഥ മനക്കണ്ണിനുമപ്പുറം. രചനാവതരണം റംല എം ഇക്ബാൽ. കഥ മനക്കണ്ണിനുമപ്പുറം. പുതിയ ചെരുപ്പ് വാങ്ങണം, അതുപോലെ അല്പം തൂങ്ങുന്ന കമ്മൽ. ജിംക്ക് കിട്ടുമോയെന്ന് നോക്കണം. ചുരിദാർ പിങ്ക് കളർ കിട്ടുകയാണെങ്കിൽ ചെരുപ്പും പിങ്ക് വേണേ. നീ സഹായിക്കണം കേട്ടോ, നാളെ എനിക്ക് പോകേണ്ടത്. 6 വർഷത്തോളമായി കാണാമറയത്തുള്ള തൻ്റെ സുഹൃത്തായ പ്രകാശിനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് വിനുശ്രീ എന്ന വിനു. തൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ ഒരിക്കലും കൈകടത്താത്ത നല്ല പാതി രഘുവിൻ്റെ സമ്മതത്തോടെ തന്നെയാണ് ഈ സൗഹൃദ സന്ദർശനം. പ്രമോഷൻ ട്രാൻസ്ഫർ ആയതുകൊണ്ട് 6 മാസമായി രഘുവേട്ടനെയും മക്കളെയും ആഴ്ചയിൽ 1 ദിവസം മാത്രം കണ്ട് ജീവിക്കുന്നു. ഇതിനിടയിൽ ഒരു ആശ്വാസമാണ് ഈ കൂട്ട്. താനും അയാളും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലായതിൻ്റെ പുറത്ത് ചില എഴുത്തുകുത്തിലൂടെ തുടങ്ങിയ സൗഹൃദം, സാഹിത്യത്തിലുള്ള താല്പര്യമാവാം ജില്ലകൾക്കപ്പുറമുള്ള വിനുവിനെയും പ്രകാശിനെയും തമ്മിൽ കൂടുതൽ അടുപ്പിച്ചത്. കൊല്ലങ്ങളോളം നീണ്ട ചാറ്റ് ഒരിക്കലും പരിധി വിടാതെ നിന്നപ്പോൾ അവരുടെ നല്ല പാതിമാരും ഈ സൗഹൃദത്തിന് കൂട്ടായി എന്നതാണ് സത്യം. പലപ്പോഴും ഒരു കുടുംബ സന്ദർശനം പ്ലാൻ ചെയ്തുവെങ്കിലും പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായി അവൾക്ക് അയാളുടെ നാട്ടിലെ ഹെഡ് ഓഫീസിൽ എത്തേണ്ടതായി വന്നിരിക്കുന്നു. അങ്ങനെയാണ് ഏറെക്കാലം ആഗ്രഹിച്ച ഈ മുഖാമുഖമുള്ള കാണൽ തരപ്പെടുന്നത്. നാളെ രാവിലത്തെ ട്രെയിനിൽ പോയാൽ സമയത്ത് തന്നെ പ്രകാശിൻ്റെ നാട്ടിലെ ഹെഡ് ഓഫീസിൽ എത്താം. ഓഫീസ് വർക്ക് തീർത്തിട്ട് അരമണിക്കൂർ ബസ് യാത്ര കൂടിയായാൽ തൻ്റെ പ്രിയപ്പെട്ട സൗഹൃദത്തിന് അടുത്തെത്താം എന്നതാണ് അവളുടെ മനസ്സിലെ കണക്കുകൂട്ടൽ. അതിനായിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ഈ തിരക്ക് കൂട്ടിയുള്ള ഷോപ്പിംഗ്. അവളുടെ ഈ ആഹ്ലാദവും മറ്റും കണ്ടിട്ടാണ് ഹോസ്റ്റൽ മേറ്റും സപ്ലൈകോ ജീവനക്കാരിയുമായ കൂട്ടുകാരി കളിയാക്കിയത്. ഓ, ഈ വയസ്സാം കാലത്തൊരു പ്രണയം! പിങ്ക് കളർ ചെരുപ്പ്, പിങ്ക് കളർ ചുരിദാർ, പിങ്ക് കളർ നെയിൽ പോളിഷ്. എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. പിന്നെ നീ ഇല്ലാത്തത് പറയല്ലേ പ്രീതി. ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും അത്തരത്തിലുള്ളതല്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം. നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ ഒപ്പം ഷോപ്പിങ്ങിന് വരൂ. പ്രീതി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്ത് ചെന്നു. എനിക്കറിയാം വിനു, വെറുതെ നിന്നെ ചൂടാക്കാൻ പറഞ്ഞതല്ലേ. നിങ്ങളുടെ ഈ സൗഹൃദം ഒരിക്കലും വഴിതെറ്റാതെ അവസാന കാലം വരെ നീണ്ടു നിൽക്കട്ടെ. ഞാൻ വരാം, ഒന്ന് കുളിക്കട്ടെ. പ്രീതിയെയും കാത്ത് അവൾ സിറ്റൗട്ടിലിരുന്നു. ഒരിക്കലും അയാളോട് വേറെ ഒരു വികാരവും തോന്നിയിട്ടില്ല. തുറന്ന സൗഹൃദം. സാഹിത്യത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പറഞ്ഞ് പലപ്പോഴും പിണങ്ങിയിട്ടുണ്ട്. എല്ലാം തമാശയ്ക്ക് മാത്രം. അയാളുടെ ഇംഗ്ലീഷ് കവിതകളാണ് വിനുവിന് ഏറെ ഇഷ്ടം. കാൽപ്പനികതയിൽ മുങ്ങിയ വരികൾ പലപ്പോഴും തൻ്റെ ഉള്ളിലെ വരികളാണെന്ന് തോന്നാറുണ്ട്. പക്ഷെ അതൊന്നും അങ്ങ് സമ്മതിച്ചു കൊടുക്കാറില്ല. കുഴപ്പമില്ല വരികൾ എന്ന് മാത്രം പറയും. അങ്ങനെ മിണ്ടിയും പറഞ്ഞും കൊല്ലം 6 കഴിഞ്ഞു. ഇപ്പോഴാണ് കാണാൻ തരപ്പെടുന്നത്. ഒരിക്കൽ പോലും വീഡിയോ കോൾ ചെയ്യാൻ രണ്ടാളും മുതിർന്നിട്ടുമില്ല. അപ്പോൾ ഫോട്ടോകൾ കൈമാറി അത് ആസ്വദിക്കാൻ നല്ല പാതിമാരും ഒപ്പം കൂടി. അങ്ങനെയാണ് കാണാനുള്ള ആ ദിനം എത്തിയത്. നാളേക്ക് ദൂരം കൂടുതലുള്ള പോലെ ഇപ്പോൾ തോന്നുന്നു. ഷോപ്പിങ്ങിൻ്റെ ക്ഷീണം മാറാൻ ഒന്ന് കുളിച്ച് ഉഷാറായി. നാളത്തെ യാത്രയ്ക്കുള്ളതെല്ലാം എടുത്തു വെച്ച് രാത്രിയുടെ മൗനത്തിൽ ലയിച്ചങ്ങനെ വിനു കട്ടിലിൽ കിടന്നു. പിങ്ക് കളറാണ് തനിക്ക് ഏറ്റവും ചേരുക എന്ന് എപ്പോഴും ജേക്കു പറയും. ഈ 35-ലും താനൊരു 20-കാരിയാവുന്നത് ഈ പിങ്കിലാണെന്നൊരു കോംപ്ലിമെൻ്റ് തരാനും മടിക്കില്ല. ഇതൊക്കെ അല്പം പഞ്ചാരയല്ലേ രഘുവേട്ട എന്ന് ചോദിച്ചാൽ പറയും, ജീവിതം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ടതാണ് പെണ്ണേ എന്ന്. രാത്രി വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ, കുറേ കാലമായി കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയെ കാണുകയല്ലേ, പിങ്ക് കളർ തന്നെ ആവട്ടെ, ഒട്ടും കുറയ്ക്കണ്ട, ആത്മവിശ്വാസം അങ്ങോട്ട് കൂടട്ടെ പെണ്ണേ എന്ന് രഘുവാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് അവളും തീരുമാനിച്ചു. എല്ലാം ഒരുക്കി വെച്ചപ്പോഴാണ് കമ്മലിനൊരു ബട്ടൻ്റെ കുറവ്. അല്പം തൂങ്ങിക്കിടക്കുന്ന കമ്മൽ അഭംഗി തരുമോ? പ്രകാശ് അത് ശ്രദ്ധിച്ചാൽ താൻ സൗന്ദര്യകാര്യത്തെ ശ്രദ്ധയില്ലാത്തവളാണെന്ന് കരുതില്ലേ. അതുപോലെ നെയിൽ പോളിഷും വിചാരിച്ചത് കിട്ടിയില്ല. പിങ്കായിരുന്നേൽ എല്ലാം മാച്ചായേനെ. പ്രീതിയും കുറേ തിരഞ്ഞു, പക്ഷേ മനസ്സിന് പറ്റിയത് കിട്ടിയില്ല. സാരമില്ലടാ, വലിയ കുഴപ്പമില്ല എന്ന് അവൾ ആശ്വസിപ്പിച്ചു. അല്ലെങ്കിലും ഇനിയിപ്പോൾ ഒന്നിനും നേരമില്ല. ഓരോന്നോർത്ത് എപ്പോഴോ അല്പം ഉറങ്ങി. രാവിലെ അലാം അടിക്കും മുമ്പേ തന്നെ ഉണർന്നു. സത്യത്തിൽ രാത്രി ഉറക്കം കുറവായിരുന്നു എന്ന് വേണം പറയാൻ. എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ ഉറക്കം ശരിയാകില്ല എന്നതാണ് സത്യം. കുളിച്ചൊരുങ്ങി ഓഫീസ് ഫയലും കയ്യിലെടുത്ത് വിനു ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നാട്ടിലേക്കുള്ള ട്രെയിനിൽ കയറി. റിസർവേഷൻ ഉള്ളത് കാരണം ഇരിക്കാൻ കഴിഞ്ഞു. എല്ലാ സീറ്റുകളിലും ആളുണ്ട്. ട്രെയിൻ നീങ്ങും തോറും അവളുടെ മനസ്സിലെ ആഹ്ലാദവും ആകാംക്ഷയും കൂടിക്കൂടി വന്നു. ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കുമോ നേരിട്ട്?
എങ്ങനെയായാലും കുഴപ്പമില്ല. സൗഹൃദത്തിന് എന്ത് സൗന്ദര്യം. അവൾ മനസ്സിനെ നേർവഴിക്ക് നടത്തി. ഹെഡ് ഓഫീസിലെ പണികൾ തീർത്ത് അയാളുടെ ഓഫീസിലേക്ക് ബസ് കയറി. തന്നെ കാണാൻ ഹെഡ് ഓഫീസിലേക്ക് അയാൾ വരാത്തതിൽ അല്പം പരിഭവം അവളുടെ ഉള്ളിൽ തോന്നാതിരുന്നില്ല. ബാലിശമായി പോകുമോ എന്ന കാരണത്താൽ അവളത് ആരോടും പങ്കുവെച്ചുമില്ല. ആ ഓഫീസിൻ്റെ താഴെ ചെന്ന് ഓട്ടോ ഇറങ്ങി ഫോണിൽ വിളിച്ചു. ഓഫീസിലേക്ക് കയറി വരുവാൻ അയാൾ പറഞ്ഞതനുസരിച്ച് പടികൾ കയറി. ഓരോ മുറികളിലെയും വാതിലിനടുത്തുള്ള നെയിം ബോർഡിൽ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. ഉള്ളിലെ ആകാംക്ഷ കാരണം ചെറിയ വിറയൽ അനുഭവപ്പെട്ടു. 4ാമത്തെ മുറിയുടെ മുന്നിലെ നെയിം ബോർഡ് കണ്ടു. പ്രകാശ് മാധവ്. അതെ, ഇത് തന്നെ. താൻ ആഗ്രഹിച്ചയാൾ അകത്തുണ്ടാവും. വിനു മുഖം ഒന്നുകൂടി തുടച്ചു. യാത്ര അലങ്കോലമാക്കിയ മുടിയിഴകൾ ഒതുക്കി ബട്ടണില്ലാത്ത കമ്മൽ പിന്നിലേക്ക് വലിച്ചിട്ടു. ശ്വാസം അകത്തേക്ക് നന്നായി വലിച്ച് ആത്മവിശ്വാസം വരുത്തി. പതുക്കെ വാതിലിൽ മുട്ടി. അകത്തു നിന്നും ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദം കിട്ടി. അവൾ പതുക്കെ വാതിൽ തുറന്ന് മുറിയിലേക്ക് പ്രവേശിച്ചു. ചന്ദനക്കളർ ഷർട്ടും കറുപ്പ് പാൻസും ഗ്ലാസും വെച്ച് പ്രകാശ് വളരെ ചുറുചുറുക്കോടെ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും അയാൾക്ക് ചുറ്റും നിന്ന് എന്തൊക്കെയോ പരാതികൾ പറയുന്നു. തന്നെ കണ്ട് അയാൾ തല ഉയർത്തി നോക്കിയപ്പോൾ അവൾ ഹൃദ്യമായി പുഞ്ചിരിച്ചു. പക്ഷേ അയാൾ സാധാരണ ഒരുവളെ കണ്ട പോലെ കാര്യമായി ശ്രദ്ധിക്കാതെ തല താഴ്ത്തി. ഉടനെ തന്നെ വേറെ ആരെയോ പ്രതീക്ഷിച്ച പോലെ വാതിലിലേക്ക് വീണ്ടും നോക്കുകയും ചെയ്തു. അയാൾക്ക് ചുറ്റും നിന്നിരുന്നവർ അവളെ ഒന്ന് പാളി നോക്കി. അതുകൂടിയായപ്പോൾ വിനു വലിഞ്ഞു കയറി വന്ന അതിഥിയെപ്പോലെ ആകെ ഇളിഭ്യായി നിന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ പ്രകാശ് വീണ്ടും അവളെ നന്നായി ഒന്നുകൂടി നോക്കി. മനസ്സിലാവാൻ സമയമെടുത്ത പോലെ തോന്നി അവൾക്ക്. പിന്നെ വർദ്ധിച്ച സന്തോഷത്തോടെ അത്ഭുതം കൂറുന്ന മിഴികളോടെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് എപ്പോഴെത്തി എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തുള്ള കസേര നീക്കി അവളോട് ഇരിക്കാൻ പറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന പരാതിക്കാരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനായി പിന്നെ പ്രകാശിൻ്റെ ശ്രമം. 2 ദിവസം കഴിഞ്ഞ് തന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് പരാതിക്കാരുടെ ഫയൽ വാങ്ങി അയാൾ മേശവലിപ്പിലെ തൻ്റെ ഫയലിൽ സൂക്ഷിച്ചു. അപ്പോഴേക്കും പ്യൂൺ മറ്റൊരു ഫയലുമായി അയാളുടെ മുന്നിലെത്തിയത് ഇഷ്ടപ്പെടാതെ അല്പം കഴിഞ്ഞ് കൊണ്ടുവരുവാൻ പറഞ്ഞ് അയാളെയും മടക്കി അയച്ചു. പിന്നെ അവിശ്വസനീയമായതെന്തോ കാണുന്നത് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി മനസ്സ് തുറന്നു ചിരിച്ചു. എത്ര കാലമായി അല്ലേ നാം കാണാൻ ശ്രമിക്കുന്നു. ഇന്നാണ് യോഗമുണ്ടായത്. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് അവളെ ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചു. ഓഫീസിലിരുന്നാൽ സംസാരിക്കാൻ സാധിക്കില്ല എന്ന് അയാൾ പറഞ്ഞത് സത്യമാണെന്നുള്ള തിരിച്ചറിവുണ്ടായതിനാൽ അനുസരണയോടെ അവളും അയാളെ അനുഗമിക്കാൻ മടിച്ചില്ല. ചെറിയ കുട്ടികൾ ഓരോ സ്റ്റെപ്പും പിടിച്ച് ഇറങ്ങുന്നത് പോലെയായിരുന്നു അയാളുടെ താഴേക്കുള്ള നടത്തം. സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴും അയാൾ ഇടയ്ക്കിടെ തലതിരിച്ച് തന്നെ നോക്കി ചിരിക്കുന്നത് അവൾ കൗതുകത്തോടെ നോക്കി. ക്യാൻറ്റീനിൽ കയറിയപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ തിരക്കും ബഹളവും. അവിടെ ഇരുന്നാൽ സ്വസ്ഥമായി സംസാരിക്കാനാവില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഓഫീസ് കെട്ടിടത്തിൻ്റെ മുൻപിലുള്ള റോഡ് മുറിച്ച് കടന്ന് കാണുന്ന ആദ്യത്തെ ഹോട്ടൽ ലക്ഷ്യം വെച്ച് അയാൾ അല്പം മുൻപിലും അവൾ ഒരടി പിന്നിലുമായി. ആദ്യ സമാഗമത്തിൻ്റെ ആഹ്ലാദം പങ്കുവെച്ചവർ നടന്നു. പെട്ടെന്നാണ് മുന്നിലുള്ള ഒരു സ്ലാബിൽ തട്ടി അയാൾ വീണത്. അത് കണ്ടവൾ ഞെട്ടി നോക്കുമ്പോഴേക്കും മുന്നിൽ നടന്നിരുന്ന 2 കോളേജ് പെൺകുട്ടികൾ അയാളെ എഴുന്നേൽപ്പിക്കാനായി പിന്നിലേക്ക് നടന്നു വരുന്നു. ഞെട്ടൽ മാറി അവൾ അവരോടൊപ്പം അയാളെ എഴുന്നേൽക്കാൻ സഹായിച്ചു. കണ്ണടയും മൊബൈലും തറയിൽ നിന്നെടുത്ത് അയാളുടെ കയ്യിലേൽപ്പിച്ചു. തൻ്റെ മുൻപിൽ വീണത് അയാളിലുണ്ടാക്കുന്ന ചമ്മലോർത്ത് അവൾക്ക് ആ മുഖത്തേക്ക് നോക്കാൻ വിഷമം തോന്നി. എന്നാൽ അവളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആ വീഴ്ച ഒട്ടും തന്നെ വേദനിപ്പിച്ചില്ല എന്ന മട്ടിൽ അയാൾ പഴയ പോലെ ഉഷാറായി. സ്ലാബ് ശ്രദ്ധിച്ചില്ല അല്ലേ? വിനു വിഷമത്തോടെ ചോദിച്ചു. അതല്ല, ഞാൻ പണ്ട് വിനുവിനോട് പറഞ്ഞിരുന്നു എനിക്ക് കാഴ്ചയ്ക്ക് അല്പം പ്രശ്നമുണ്ടെന്ന്. വീഴ്ചകൾ പതിവാണ്. അയാളുടെ ആ വാക്കുകൾ അവളിൽ വല്ലാത്ത കുറ്റബോധമുണർത്തി. ഒരിക്കൽ മാത്രം ഒരു സാഹിത്യ ക്യാമ്പിന് പോകുമ്പോൾ മകനെയും കൂടെ കൂട്ടിപ്പോകുന്നത് കാഴ്ചയ്ക്ക് അല്പം പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞതായ നേരിയ ഓർമ്മ മനസ്സിലേക്ക് അപ്പോൾ കയറി വന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും കാഴ്ചയുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി തന്നോട് പറഞ്ഞിട്ടില്ല. ചാറ്റിംഗ് സമയത്തും തനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുമില്ല. വീഴ്ചയ്ക്ക് ശേഷം അയാൾ നടക്കാൻ അല്പം ഭയപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. റോഡ് മുറിച്ച് കടക്കുമ്പോൾ അയാൾ പതിയെ പറഞ്ഞു, എനിക്ക് കാഴ്ച നേരിട്ടേ ഉള്ളൂ. വശങ്ങളിൽ നിന്നുള്ളതൊന്നും കാണാൻ കഴിയില്ല. റെറ്റിന അല്പം വീക്കാണ്. റോഡ് മുറിച്ച് കടക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്. ഇത് കേട്ടതും അവൾ അയാളുടെ കൈകൾ സ്വന്തം കൈക്കുള്ളിലാക്കി. അയാളത് ആഗ്രഹിച്ചതുപോലെ അവളുടെ കൈകളുടെ സുരക്ഷയിൽ ആത്മവിശ്വാസത്തോടെ റോഡ് മുറിച്ച് കടന്നു. ഹോട്ടലിൽ അടച്ച സീറ്റിൽ ഇരിപ്പുറപ്പിച്ച അയാളുടെ കണ്ണുകളിലേക്ക് അവൾ നോക്കിയപ്പോൾ അയാളും അവളുടെ കണ്ണുകളിൽ നോക്കുകയായിരുന്നു. കാഴ്ചയിൽ യാതൊരു പ്രശ്നവുമില്ല.
പക്ഷേ വശങ്ങളുടെ കാഴ്ച കാണുന്നതിൽ എനിക്ക് പരിമിതിയുണ്ട്. ചികിത്സ അത്ര ഫലം ചെയ്യുന്നില്ല. അത് കാരണം വണ്ടി ഓടിക്കാനും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. മോനില്ലാതെ ദൂരെ എങ്ങും പോകാറുമില്ല ഞാൻ. എന്നാലോ പറയാൻ മാത്രം പ്രശ്നം ഒന്നുമില്ല താനും. അതാണ് നേരത്തെ ഇതൊന്നും കാര്യമായി വിനുവിനോട് പറയാഞ്ഞത്. അയാളുടെ വാക്കുകൾ അവളിൽ വല്ലാത്ത വിഷമമുണ്ടാക്കി. അവർ മനഃപൂർവ്വം ഈ വിഷയം വിട്ട് സാഹിത്യത്തെക്കുറിച്ചും ജോലിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൊരാൾ അവരുടെ അരികിൽ കൂടി പോയപ്പോൾ അത് സപ്ലയറാണെന്ന് കരുതി തങ്ങളുടെ ഓർഡർ അയാൾ കൊടുത്തു. അയാളുടെ കാഴ്ചയുടെ പരിമിതി അവൾ ശരിക്കും അപ്പോഴാണ് മനസ്സിലാക്കിയത്. സഹതാപം പുറത്തു കാണിക്കാതെ ഭക്ഷണം കഴിഞ്ഞവർ തിരിച്ചു നടക്കുമ്പോൾ അയാൾ പറയാതെ തന്നെ ആ കൈകൾ അവൾ മുറുകെ പിടിച്ചിരുന്നു. അയാളുടെ ഓഫീസ് മുറിയിൽ പോയി അല്പം നേരം കൂടി സംസാരിച്ചിരുന്നു. പിരിയാൻ നേരം എല്ലാവരും ചെയ്യാറുള്ള പോലെ ഒരു സെൽഫിയും എടുത്ത് കണ്ടതിലുള്ള സന്തോഷം അവർ പരസ്പരം ഒന്നുകൂടി വെളിപ്പെടുത്തി. വശങ്ങളിലെ കാപഢ്യങ്ങൾ കാണാൻ കഴിവില്ലാത്ത സൗഹൃദമേ, നേർക്കാഴ്ചയിലെ സത്യങ്ങളെന്നും നിങ്ങൾക്ക് തുണയാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് കുടുംബ സന്ദർശനം ഉടൻ ഉണ്ടാവുമെന്ന് വാക്കും കൊടുത്ത് വിനു റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ട് ഓട്ടോ പിടിച്ചു. ബട്ടണില്ലാതെ തൂങ്ങിയാടുന്ന തൻ്റെ ജിമിക്കിയും ഇഷ്ടമാവാത്ത നെയിൽ പോളിഷും തന്നെ നോക്കി പരിഹസിക്കുന്നത് മനസ്സിൻ്റെ ആ വിങ്ങലിലും അവൾ ആസ്വദിച്ചു. മനക്കണ്ണിനുമപ്പുറം എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.